അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേരിയസ് പ്രിക്കോഷൻസ് ആണ്. അപ്പോൾ പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, സെക്യൂരിറ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്, നമുക്ക് ഒരു സൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന സെക്യൂരിറ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്, ഓൺലൈൻ പേയ്മെൻറ്റിൽ വരുന്നത് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടെ, സെക്യൂരിറ്റി മെഷേഴ്സും പ്രിക്കോഷൻസൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഒഫൻസസ് നടക്കുന്നുണ്ട്. ഇന്നാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സൈബർ ക്രൈംസ് ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ വേരിയസ് സൈബർ ലോസിനെ ഒഫൻസസ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് നടന്നു വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മളുടെ ടെക്നോളജി അത്രയ്ക്ക് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊരു സെക്യൂരിറ്റി മെഷേഴ്സ്, ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ബയോമെട്രിക്സ് യൂസ് ചെയ്യുന്നതാണെങ്കിലും ഏത് ടെക്നോളജീനെയും ഓവർകം ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹാക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലും സ്പൈ വർക്ക് ചെയ്യുന്നവരാണെങ്കിലൊക്കെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആക്റ്റാണ് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് പറയുന്നത്. 2000 വന്നിട്ടുള്ള ഒരു ആക്റ്റാണ് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഡിജിറ്റൽ വേൾഡിൽ നടക്കുന്ന സൈബർ ക്രൈംസിൽ നിന്ന് യൂസേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആക്റ്റാണ് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് പറയുന്നത്. This act deals with the law relating to digital contract, digital property and digital rights. ഓക്കെ, ഡിജിറ്റൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിജിറ്റലി അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി എൻ്റർ ചെയ്യുന്ന വേരിയസ് കോൺട്രാക്റ്റ് ഉണ്ട്. നമ്മളുടെ പേപ്പർ ഡോക്യുമെൻറ്റ്സിന് പകരം ഡിജിറ്റലി നമ്മൾ എൻ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റ്, ഓർ ഡിജിറ്റൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഡിജിറ്റൽ റൈറ്റ്സ്. നമ്മളുടെ കോപ്പി റൈറ്റ് ആണെങ്കിലും പാറ്റൻറ്റ്, നമ്മളുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസിനൊക്കെ തന്നെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൽ ഒരുപാട് നമുക്ക് എന്ത് തരുന്നുണ്ട്, ഒരുപാട് വേരിയസ് സൈബർ ക്രൈംസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഒഫൻസസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്റ്റാണിത്. ഈ ഒരു IT ആക്ട് വന്നതിന് ശേഷം ഇന്ത്യൻ പീനൽ കോഡാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ RBI ആക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വേരിയസ് സൈബർ ക്രൈം ആണെങ്കിൽ കൂടെ ഈ ഒരു IT ആക്ടിൻ്റെ അണ്ടറിലേക്ക് വരികയാണ് ചെയ്തത്. അതായത് IT ആക്ട് വരുന്നതിന് മുന്നേ വരെ സൈബർ ക്രൈം റിലേറ്റഡ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഒഫൻസസ് ഒക്കെ തന്നെയും വേരിയസ് അതർ ലോസിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. IT ആക്ട് വന്നതിന് ശേഷം ഡിജിറ്റൽ വേൾഡിൽ നടക്കുന്ന അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഏതൊരു ക്രൈമിനെയും ഈ ഒരു IT ആക്ടിൻ്റെ അണ്ടറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് എനി വയലേഷൻ ഓഫ് ദിസ് ലോസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ക്രൈം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമ്മളുടെ ഒഫൻസസ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മളുടെ ലോ എന്നുള്ളത് ക്ലിയർലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന വയലേഷൻസ് ഒരു ക്രൈമായിട്ടാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണോ ഇന്ത്യൻ പീനൽ കോഡിൽ ഇതിന് പണിഷ്മെൻറ്റ്സ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ IT ആക്ടിലും വേരിയസ് പണിഷ്മെൻറ്റ്സും ഫൈനും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് 94 സെക്ഷൻസ് ആണ് ഉള്ളത്. അത് 13 ചാപ്റ്റേഴ്സിലായിട്ടാണ് നമുക്ക് വരുന്നത്. ഈ ഒരു IT ആക്ട് നമുക്ക് പഠിക്കാനുള്ളത് മേജർ സെക്ഷൻസ്, അതായത് ഒഫൻസസ്, മേജറായിട്ടുള്ള കുറച്ച് ഒഫൻസസ് മാത്രമാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹോളായിട്ട് നോക്കുമ്പോൾ 94 സെക്ഷൻസ് ആണ് ഈ ഒരു ആക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ആക്ട് വരുന്ന സമയത്ത് ആ ഒരു ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എവിടേക്കാണ്, ആൻഡ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ഒരു IT ആക്ട് വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഏതൊരു ഏരിയാസിലാണെന്നുണ്ടെങ്കിലും ആപ്ലിക്കബിൾ ആണ്. ആൻഡ് ഇൻക്ലൂഡിങ് ജമ്മു കാശ്മീരാണ്. ചില ആക്ട് നമുക്ക് ജമ്മു കാശ്മീരിൽ എക്സ്ക്ലൂഡഡ് ആണ്, പക്ഷേ ഈ ഒരു ആക്ട് ജമ്മു കാശ്മീരിലാണെങ്കിലും ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് കവേഴ്സ് എനി ക്രൈം ഡൺ ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യന് പുറത്ത് കണ്ടക്ട് ചെയ്യുന്ന ഒഫൻസസ് ആണെന്നുണ്ടെങ്കിലും പണിഷ്മെൻറ്റ്സ് നമുക്ക് ഈ IT ആക്ടിൻ്റെ ഭാഗമായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഇന്ത്യ ആൻഡ് ക്രൈംസ് കണ്ടക്റ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, 2 ഏരിയാസിൽ നമുക്ക് ഈ ഒരു IT ആക്ട് ആപ്ലിക്കബിൾ ആണ്. ദെൻ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഗ്രാൻഡ് ലീഗൽ റെക്കഗ്നിഷൻ ടു ഓൾ ട്രാൻസാക്ഷൻസ് ഡൺ വിയ ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ ഓർ അതർ ഇലക്ട്രോണിക് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ.
നമ്മളുടെ ഇ-കൊമേഴ്സ് ഏരിയാസിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോൺസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ട്രാൻസാക്ഷൻസിലൊക്കെ നടക്കുന്ന ഒരുപാട് ക്രൈംസ് ഉണ്ടാകും. ഇതിലൊക്കെ വരുന്ന ട്രാൻസാക്ഷൻസിന് ലീഗൽ റെക്കഗ്നിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് IT ആക്ട് ആണ്. അതായത് ഈ ഒരു 2000 IT ആക്ട് വന്നതിന് ശേഷമാണ് നമ്മളുടെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ത്രൂ ട്രാൻസാക്ഷൻസ്, പേയ്മെൻറ്റ്സ് ഒക്കെ കൂടുതലായിട്ട് വന്നു തുടങ്ങിയത് ഈ ഒരു IT ആക്ടിന് ശേഷമാണ്. ഇതിന് ലീഗൽ റെക്കഗ്നിഷൻ കിട്ടിയത്. Then give legal recognition to digital signatures for the authentication of any information or matters requiring legal authentication. നമ്മളുടെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിന് ലീഗൽ റെക്കഗ്നിഷൻ കൊടുത്തതും IT ആക്ടാണ്. ദെൻ ടു ഫെസിലിറ്റേറ്റ് ദ ഇലക്ട്രോണിക് ഫയലിംഗ് ഓഫ് ഡോക്യുമെൻറ്റ് വിത്ത് ഗവൺമെൻറ് ഏജൻസീസ് ആൻഡ് ഓൾസോ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഡോക്യുമെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നത് ഇലക്ട്രോണിക് ഫയലിംഗ് എന്ന് പറയുന്നത് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പേപ്പർ ഡോക്യുമെൻറ്റ്സിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വിർച്വൽ ഡോക്യുമെൻറ്റ്സിനെയാണ് നമ്മൾ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ ഫെസിലിറ്റേറ്റ് ദ ഇലക്ട്രോണിക് സ്റ്റോറേജ് ഓഫ് ഡാറ്റ. നമ്മൾ പേപ്പർ ബേസ്ഡിന് പകരം ഇപ്പോൾ എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സിൽ ഒരു സെർവറിലാണ് നമ്മളുടെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക് സ്റ്റോറേജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രൊവിഷൻസ്. ആൻഡ് ലാസ്റ്റ്ലി ഗിവ് ലീഗൽ സാങ്ഷൻ ആൻഡ് ഓൾസോ ഫെസിലിറ്റേറ്റ് ദ ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ബിറ്റ്വീൻ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ബാങ്ക്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി നടക്കുന്ന ഫണ്ട് ട്രാൻസ്ഫേഴ്സ്, ഇതിന് കൊടുക്കുന്ന ലീഗൽ സാങ്ഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. പോയിൻറ്റ്സ് നിങ്ങൾ എന്താണോ മനസ്സിലായത് അതങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. മെയിനായിട്ട് നമ്മളുടെ പേപ്പർ ട്രാൻസാക്ഷൻസിനെ കവർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമ്മളുടെ എല്ലാ ഇൻഫോർമേഷനും ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ട റെക്കഗ്നീഷനാണ് ഈ ഒരു ആക്റ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുവഴി വരുന്ന ലോസ്, ഇതിന് സപ്പോർട്ടീവായിട്ട് വരുന്ന ലോസും ഈ ലോസിനെ ഡിഫെൻഡ് ചെയ്താൽ വരുന്ന ഒഫെൻസസ് ആൻഡ് അതിൻ്റെ പണിഷ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫൈൻസുമാണ് ഈ ഒരു ആക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിന് ശേഷം ഈ ഒരു ആക്ട് ഡിഫറെൻറ്റ് ടൈം പീരീഡിലായിട്ട് അമെൻമെൻറ്റ് വരുത്തിയിട്ടുണ്ട്, അതായത് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതിൽ വന്ന ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് 2008 വന്നിട്ടുള്ള ഇൻഫോർമേഷൻ ടെക്നോളജി ആക്റ്റാണ്. 2008 വന്ന അമെൻമെൻറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 66A ആണ്. മേജറായിട്ട് വന്നിട്ടുള്ള ഒരു അമെൻമെൻറ്റ് എന്ന് പറയുന്നത് 66A ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് IT ആക്ട് 2008 ആണ് ചോദിക്കുന്നതെങ്കിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, IT ആക്ട് 2000 എഴുതിയതിന് ശേഷം സബ്ബായിട്ട് വരുന്ന രീതിയിൽ IT ആക്ട് 2008 എഴുതിയാൽ മതി. ഇപ്പോൾ 2008 സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 66A ആണ്. വിച്ച് പീനലൈസസ് സെൻഡിങ് ഒഫെൻസീവ് മെസ്സേജസ്. നമ്മൾ മൊബൈൽ ഫോൺസ് വഴി അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് വഴി ഒഫെൻസീവായിട്ടുള്ള മെസ്സേജസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വന്ന പണിഷ്മെൻറ്റ്സും ആൻഡ് ഫൈനുമാണ് പുതിയതായിട്ട് 2008 വന്നിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് അനദർ സെക്ഷൻ 69 ആണ്. വിച്ച് ഗേവ് അതോറിറ്റീസ് ദ പവർ ഓഫ് ഇൻ്റർസെപ്ഷൻ ഓർ മോണിറ്ററിങ് ഓർ ഡിക്രിപ്ഷൻ ഓഫ് എനി ഇൻഫോർമേഷൻ ത്രൂ എനി കമ്പ്യൂട്ടർ റിസോഴ്സസ്. എന്ത് ചെയ്യാം, അതോറിറ്റീസിന്, ഗവൺമെൻറ് അതോറിറ്റീസിന് നമ്മളുടെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് ഇൻഫോർമേഷൻ ആണെങ്കിലും ഇൻ്റർസെപ്റ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനുമുള്ള അതോറിറ്റി. അതുവരെ എന്തുണ്ടായിരുന്നില്ല, ഗവൺമെൻറ്റിന് അതിനുള്ള അതോറിറ്റി ഉണ്ടായിരുന്നില്ല. 2008 ഈ ഒരു ആക്റ്റിൽ ഈ ഒരു സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം ഗവൺമെൻറ് അതോറിറ്റീസിന് എന്ത് വന്നിട്ടുണ്ട്, ഇതിന് വേണ്ട പവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ന്യൂ ആക്ട് എംപവേഴ്സ് ദ ഇന്ത്യൻ ഗവൺമെൻറ് ടു ഇൻ്റർസെപ്റ്റ്, മോണിറ്റർ ആൻഡ് ഡിക്രിപ്റ്റ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വേരിയസ് ലോസ് എന്തൊക്കെയാണ്, വേരിയസ് ഒഫെൻസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെ വേരിയസ് സെക്ഷൻസ് ആൻഡ് അതിൻ്റെ ഓരോ സെക്ഷനും ഡീൽ ചെയ്യുന്ന ഒഫെൻസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ വരുന്നത് ഫസ്റ്റ് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത്
65 ആണ്. ഓക്കെ, 65 ഡീൽ ചെയ്യുന്നത് ടാമ്പറിങ് വിത്ത് ദ കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ സോഴ്സ് കോഡ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, അപ്പോൾ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് നമ്മളുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് റൈറ്റ് ചെയ്തിരിക്കുന്നത് വേരിയസ് ലാംഗ്വേജ്, നമുക്കിനി പഠിക്കാനുള്ള HTML ലാംഗ്വേജ് പോലെ വേരിയസ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടും വേരിയസ് കോഡ്സ്, ബൈനറി കോഡ്സ് ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മളുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് റൈറ്റ് ചെയ്തിരിക്കുന്നത് ഓർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് നമുക്ക് വിത്തൗട്ട് കോപ്പിറൈറ്റ് നമുക്ക് ഇതിൽ ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സണിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ ഈ ഒരു കമ്പ്യൂട്ടർ സോഴ്സ് കോഡിൽ വരുന്ന ഓൾട്ടറേഷൻസിനെയാണ് നമ്മൾ ടാമ്പറിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ടാമ്പറിങ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, ഒരു ഒഫൻസാണ് അണ്ടർ സെക്ഷൻ 65 ഓഫ് ദിസ് IT ആക്ട്. ആൻഡ് ഇത് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനാണ് 2 lakh ആൻഡ് ഇംപ്രിസൺമെൻറ്റ് ഓഫ് 3 years ഓർ വിച്ച് കണ്ടെയ്ൻ ബോത്ത്. നമുക്ക് ഒന്നെങ്കിൽ ഫൈൻ ആൻഡ് ഇംപ്രിസൺമെൻറ്റും കിട്ടാം. ദെൻ നെക്സ്റ്റ് ഒഫൻസ് എന്ന് പറയുന്നത് സെക്ഷൻ 66 ഇത് മേജറായിട്ട് വരുന്ന സെക്ഷൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ടേബിൾ വൈസ് തന്നെ ഇത് പഠിച്ചു വെച്ചാൽ മതി. ആൻഡ് 66 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഹാക്കിംഗ് ആണ്. ഹാക്കിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, അൺഓതറൈസ്ഡ് ആക്സസ്. ഹാക്കിംഗ് നടത്തി കഴിഞ്ഞാൽ ഫൈൻ എന്ന് പറയുന്നത് 5 lakh ഓർ ഇംപ്രിസൺമെൻറ്റ് ഓഫ് 3 years ഓർ ബോത്ത്. ഓക്കെ, ഇതൊക്കെ എന്താ, ഇത് നമ്മളുടെ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഇപ്പോൾ ടാമ്പറിങ് നടത്തുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസിനാണ്, കോപ്പിറൈറ്റ് അല്ലെങ്കിൽ പാറ്റൻറ്റിനാണ്. ഇതുപോലെ ഡിജിറ്റൽ വേൾഡിൽ വരുന്ന പ്രോപ്പർട്ടീസിനെ സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വേരിയസ് സെക്ഷൻസ് IT ആക്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ 66A ആണ് നെക്സ്റ്റ് വരുന്നത്. 66A എന്ന് പറയുന്ന സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സെൻഡിങ് ഒഫെൻസീവ് ഇൻഫോർമേഷൻ. നമ്മൾ പറഞ്ഞു IT ആക്ട് 2008 വന്നതിന് ശേഷമാണ് ഈ ഒരു 66A ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സെൻഡിങ് ഒഫെൻസീവ് ഇൻഫോർമേഷനാണ് ഇവിടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒഫെൻസീവായിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഫോൾസ് ഇൻഫോർമേഷൻ നമ്മൾ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ മറ്റ് ഡിവൈസസ് വഴി ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാകും, നമ്മുടെ 3 years പണിഷ്മെൻറ്റ് വരുന്നുണ്ട്. ആൻഡ് ഫൈനും എത്രയാണോ അതിന് കൺസേൺ ആയിട്ട് വരുന്ന ഒഫൻസിൻ്റെ ബേസിൽ വരുന്ന ഫൈൻ എത്രയാണോ അതും ഉണ്ടായിരിക്കും. ദെൻ 66B ഡീൽ ചെയ്യുന്നത് റിസീവിങ് ഓർ റിട്ടൈനിങ് സ്റ്റോളൻ കമ്പ്യൂട്ടർ. നമ്മളുടേതല്ലാത്ത കമ്പ്യൂട്ടേഴ്സ് മറ്റ് പാർട്ടീസിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റീൽ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് അത് നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്തു നിന്ന് റിസീവ് ചെയ്യുന്നതോ ഒഫെൻസാണ്. അവിടെ നമുക്ക് 1 lakh അല്ലെങ്കിൽ 1 lakh ഫൈൻ അല്ലെങ്കിൽ 3 years ഇംപ്രിസൺമെൻ്റ് ആണ് കിട്ടുന്നത്, പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 66Cയിൽ ഡീൽ ചെയ്യുന്നത് ഫ്രോഡുലൻറ്റ് യൂസ് ഓഫ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഓർ അതർ ഓഫ് അനദർ പേഴ്സൺ. സിഗ്നേച്ചർ ആകാം അല്ലെങ്കിൽ മറ്റൊരു പേഴ്സൻ്റെ പാസ്വേഡ് ആണെങ്കിലും ഒക്കെ നമ്മൾ അൺഓതറൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഒഫൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അതിനും ഇതുപോലെ തന്നെ 1 lakh ഫൈൻ അല്ലെങ്കിൽ 3 years ഇംപ്രിസൺമെൻ്റ് ആണ് പണിഷ്മെൻ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് 66D വിച്ച് ഡീൽസ് വിത്ത് ചീറ്റിംഗ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ഓർ അതർ പേഴ്സണൽ ഡിവൈസസ്. ഇവിടെ നമുക്ക് 1 lakh ആൻഡ് 3 years ഇതിന് മൂന്നിനും സെയിം പണിഷ്മെൻറ്റ് വരുന്നത് കൊണ്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ 66E ഡീൽ ചെയ്യുന്നത് ക്യാപ്ചറിങ് ഓർ പബ്ലിഷിംഗ് പ്രൈവറ്റ് ഏരിയ ഓഫ് എനി പേഴ്സൺ വിത്തൗട്ട് കൺസെൻറ്റ്. ഓക്കെ, മറ്റൊരാളുടെ പ്രൈവറ്റ് ഏരിയാസിൻ്റെ പബ്ലിഷ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യുന്നതൊക്കെ എന്താണ്, ഇറ്റ് എഫക്റ്റ് ദ ഇംപ്രിസൺമെൻറ്റ് എത്ര വരെ വരും, 3 years അല്ലെങ്കിൽ ഇതിന് ഫൈന് 2 lakh ആയിട്ടോ വരുന്നുണ്ട്. ദെൻ 66F സെക്ഷൻ 66Fൽ വരുന്നത് സൈബർ ടെററിസമാണ്. ഓക്കെ, സൈബർ ടെററിസം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കൂടുതൽ നമുക്ക് ഇംപ്രിസൺമെൻറ്റ് വരുന്ന ഒരു കേസാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഗവൺമെൻറ്റൽ ഓപ്പറേഷൻസിനെ അല്ലെങ്കിൽ നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെയൊക്കെ ഇൻ്ററപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ സോഷ്യൽ മീഡിയ ഡിവൈസസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ യൂസ് ചെയ്യുന്നതിനെയാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്.
ഗവൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ ഗവൺമെൻറ്റിനെ ആകാം, ഓർ നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ഓർ നമ്മളുടെ എനർജി ആകാം. എനർജി ഒക്കെ നമ്മളുടെ ഇൻ്ററപ്റ്റ് ചെയ്യുന്ന രീതിയിൽ, നമ്മളുടെ റെയിൽവേ സിസ്റ്റത്തിനാണെങ്കിലൊക്കെ ഇൻ്ററപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനെ യൂസ് ചെയ്യുന്നതിനെയാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ഇംപ്രിസൺമെൻ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, ദെൻ 67 ഇൻക്ലൂഡ് ചെയ്യുന്നത് പബ്ലിഷിംഗ് ഓപ്ഷൻ ഇൻഫോർമേഷനാണ്. അതായത് നമ്മളുടെ മൊറാലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് വഴി, കമ്പ്യൂട്ടേഴ്സ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ആൻ ഒഫെൻസ്. ആൻഡ് ഇവിടെ നമുക്ക് പണിഷ്മെൻ്റ് ആയിട്ട് വരുന്നത് 2 തരത്തിൽ വരാം. അതായത് നമുക്ക് ഫസ്റ്റ് കൺവിക്ഷൻ ആണെങ്കിൽ, അതായത് ഫസ്റ്റ് നമ്മളുടെ കോർട്ടിൽ കൺവിക്ഷൻ ചെയ്ത് നമുക്ക് ഇംപ്രിസൺമെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 years ഇംപ്രിസൺമെൻറ്റും ആൻഡ് 5 lakh ഫൈനുമാണ് വരുന്നത്. ആൻഡ് ഫസ്റ്റ് കൺവിക്ഷന് ശേഷവും നമ്മൾ ഇതുപോലെ ഒബ്സൻസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കമ്പ്യൂട്ടേഴ്സ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇംപ്രിസൺമെൻറ്റിൻ്റെ ഇയേഴ്സ് കൂടും. 5 years ഇംപ്രിസൺമെൻറ്റും ആൻഡ് 10 lakh വരെ നമുക്ക് എന്ത് വരും, ഫൈനും വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്ഷൻ 67A ആണ്. 67A ഡീൽ ചെയ്യുന്നത് പബ്ലിക്കേഷൻ ഓർ ട്രാൻസ്മിഷൻ ഓഫ് സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആക്ട് ആണ്. അവിടെ നമുക്ക് 10 lakh വരെ ഫൈന് വരും ആൻഡ് 5 years ഇംപ്രിസൺമെൻറ്റ്. ആൻഡ് സെയിം പണിഷ്മെൻറ്റ് തന്നെയാണ് നിങ്ങൾക്ക് 67Bയിൽ ഇവിടെ ചൈൽഡ് പോണോഗ്രാഫി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഒഫൻസിനും വരുന്നത് 10 lakh ആൻഡ് 5 years ആണ് പണിഷ്മെൻറ്റ് വരുന്നത്. ദെൻ സെക്ഷൻ 71 വരുന്നത് പെനാൽറ്റി ഫോർ മിസ്റെപ്രസെൻറ്റേഷൻ ആണ്. മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഐഡൻറ്റിറ്റി നമ്മൾ മിസ്റെപ്രസെൻറ്റ് ചെയ്യുക, മറ്റൊരാളുടെ ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് സപ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻഫോർമേഷൻ പാസ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ പിന്നെ മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ മിസ്റെപ്രസെൻറ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് 1 lakh ഫൈൻ ആൻഡ് 2 years ഇംപ്രിസൺമെൻ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് 72 ഡീൽ ചെയ്യുന്നത് പെനാൽറ്റി ഫോർ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസിയാണ്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പേഴ്സണൽ കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ച് ചെയ്യുന്ന രീതിയിൽ മറ്റൊരാളെ ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെതിരെ എന്ത് ചെയ്യാം, കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അത് നമ്മളുടെ IT ആക്ട് പ്രകാരം ഒരു ഒഫൻസാണ്. ഓക്കെ, നമ്മളുടെ റെക്കോർഡ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മളുടെ കൺസെൻ്റ് ഇല്ലാതെ മറ്റൊരു പാർട്ടി ആക്സസ് ചെയ്യുന്നതാണ് നമ്മളുടെ കോൺഫിഡൻഷ്യാലിറ്റിക്ക് വരുന്ന ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ള ടേമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ പേഴ്സണൽ കൺസെൻ്റ് ഇല്ലാതെ നമ്മളുടെ ഇൻഫോർമേഷന് അല്ലെങ്കിൽ മറ്റ് റെക്കോർഡ്സ് മറ്റൊരാളെ ആക്സസ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന പെനാൽറ്റി എന്ന് പറയുന്നത് 1 lakh ഫൈൻ ആൻഡ് 2 years ഇംപ്രിസൺമെൻ്റ് ആണ്. ദെൻ 72A ഡീൽ ചെയ്യുന്നത് ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫോർമേഷൻ ഇൻ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. നമ്മൾ പറഞ്ഞു ഡിജിറ്റൽ കോൺട്രാക്റ്റ്, ഡിജിറ്റലി നമ്മൾ എൻ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റുകൾ. ഇവിടെ നമ്മളുടെ കൺസെൻ്റ് ഇല്ലാതെ സർട്ടൻ ഇൻഫോർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിലൊരുപാട് എന്താ പറയുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാകും. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ ബ്രീച്ച് ചെയ്യുന്ന രീതിയിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫൈന് 5 lakh ആൻഡ് 3 years ഇംപ്രിസൺമെൻറ്റ് വരും. ദെൻ 73 പബ്ലിഷിംഗ് ഫോൾസ് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്. ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് നമുക്കറിയാം, നമ്മൾ പേപ്പർ ഡോക്യുമെൻറ്റ്സിന് പകരം ഇലക്ട്രോണിക് ഫോമാറ്റിൽ നമ്മളുടെ ഐഡൻറ്റിറ്റി ഒതൻറ്റിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്. സാധാരണ കമ്പനീസൊക്കെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്സ് കീപ്പ് ചെയ്യുന്നത്. കമ്പനീസിന് ഇലക്ട്രോണിക് ഫോമിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കമ്പനിയുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഫോൾസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കണ്ടെയ്ൻ ചെയ്യാം.
അതായത് ചില സർട്ടിഫയിങ് അതോറിറ്റീസ് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ ആ പബ്ലിഷ് ചെയ്യാത്ത അതോറിറ്റീൻ്റെ അണ്ടറിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു എന്ന് പറയുന്ന കേസ്, അതല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പേഴ്സൺ സബ്സ്ക്രൈബ് ചെയ്യും. അതായത് കസ്റ്റമർ ആയിരിക്കും മെയിനായിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. റിയാലിറ്റിയിൽ ആ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇതൊരു പേഴ്സൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇൻഫോർമേഷൻ പബ്ലിഷ് ചെയ്യാം. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചില ഫോൾസ് ഇൻഫോർമേഷൻ പാസ് ചെയ്യുക. ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോൾസ് ഇൻഫോർമേഷൻ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫൈനായിട്ട് 1 lakh and 2 years ഇംപ്രിസൺമെൻറ്റ് വരും. ദെൻ സെക്ഷൻ 74 ഡിസ്കസ് ചെയ്യുന്നത് പബ്ലിഷിംഗ് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഫോർ ഫ്രോഡുലൻറ്റ് പർപ്പസ്. മറ്റ് ഫ്രോഡ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 1 lakh and 2 years ആണ് പണിഷ്മെൻറ്റ് വരുന്നത്. ഇത്രയാണ് നമുക്ക് ഡീൽ ചെയ്യാനുള്ള പണിഷ്മെൻറ്റ്സ് ഒഫൻസസ് ആൻഡ് അതിൻ്റെ പണിഷ്മെൻറ്റ്സ് വരുന്നത്. ഇനി സെക്ഷൻ 75 and 76 ഡീൽ ചെയ്യുന്നത് 75 ഡീൽ ചെയ്യുന്നത് എന്താണ്? ഈ ഒരു ആക്ട് നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ളതല്ല, ഇന്ത്യക്ക് പുറത്ത് ഈ ഒരു ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒഫൻസ് കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 75. ദെൻ സെക്ഷൻ 76 ഡീൽ ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസൊക്കെ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ മറ്റ് ഡിവൈസസ്, നമ്മളുടെ മൊബൈൽ ഫോൺസ് ആകാം, നമ്മളുടെ ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക് ഒക്കെ വഴിയായിരിക്കും ഒഫൻസ് നടക്കുന്നത്. അപ്പോൾ ഈ ഏത് ഡിവൈസ് വഴിയാണോ ക്രൈം നടത്തിയിട്ടുള്ളത് ആ ഡിവൈസ് നമ്മൾ സീസ് ചെയ്യും. സീസ് ചെയ്യുക മീൻസ് അതോറിറ്റിക്ക് ഏൽപ്പിക്കണം. അത് ഫർദർ റെഫറൻസസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് സീസ് ചെയ്യണം എന്നുള്ള പ്രൊവിഷനാണ് സെക്ഷൻ 76 ഡീൽ ചെയ്യുന്നത്. ഇത്രയും ആണ് നമുക്ക് നോക്കാനുള്ള സെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സെക്ഷൻ വൈസ് തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് IT ആക്റ്റിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ.